സുമതി വളവ് അഥവാ സുമതിയെ കൊന്ന വളവ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാവ്യ ഫാമിലി വ്ലോഗ്സ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മൈലമൂട് എന്ന മലയോര ഗ്രാമപ്രദേശത്തുള്ളൊരു എസ് വളവാണ് സുമതി വളവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരുപാടധികം പ്രേതകഥകൾ ഈ സുമതി വളവിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ പോകാൻ വരെ ആളുകൾക്ക് പേടിയാണ്. അഥവാ ആരെങ്കിലും ഈ വഴിയിലൂടെ പോവുകയാണെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിൻ തനിയെ ഓഫാവുകയും അതുപോലെ തന്നെ ബൈക്കിലാണെങ്കിൽ ബൈക്കിൽ നിന്നും എടുത്തെറിയപ്പെട്ടതുപോലെ സംഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ വളവിൽ രാത്രികാലങ്ങളിൽ വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീയെയും കണ്ണിൽ തീ കത്തിച്ചൊലിക്കുന്ന നായയെയും പലരൊക്കെ കണ്ടിട്ടുണ്ടത്രേ. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ആരാണ് സുമതി? 22 വയസ്സുള്ള ദരിദ്ര കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ് സുമതി. അരിക്കച്ചവടം നടത്തിയിട്ടായിരുന്നു സുമതിയുടെ അമ്മ സുമതിയെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. തൻ്റെ അയൽവീട്ടുകാരനായ പ്രതാപിയായ താണു മുതലാളിയുടെ വീട്ടിൽ വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സുമതി പോവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താണു മുതലാളിയുടെ മകൻ രത്നാകരന് സുമതിയോടൊരിഷ്ടം തോന്നുന്നത്. വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് സുമതിയെ അയാൾ വശത്താക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ സുമതി ഗർഭിണിയായപ്പോൾ ഒരു വീട്ടുജോലിക്കാരിയെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. സങ്കടം സഹിക്കവയ്യാതെ സുമതി തനിക്ക് പറ്റിയ ചതിയെക്കുറിച്ച് നാട്ടുകാരോട് വെളിപ്പെടുത്തുകയാണ്. പക്ഷേ ഈ കാര്യം താണ മുതലാളിക്കും മകൻ രത്നാകരനും നാട്ടിൽ വലിയ ചീത്തപ്പേരാണ് സമ്മാനിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി രത്നാകരൻ സുമതിയെ കാണാൻ വേണ്ടി വരികയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി. തനിക്കൊരു തെറ്റു പറ്റിയെന്നും നമുക്ക് ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ സുഖമായി ജീവിക്കാമെന്നും പറഞ്ഞ് രത്നാകരൻ സുമതിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കുകയാണ്. സുമതിയും കൊണ്ട് രത്നാകരന്റെ അംബാസഡർ കാർ നീങ്ങുന്നതിനിടയിൽ വഴിയിൽ വെച്ച് രത്നാകരന്റെ സുഹൃത്തായിട്ടുള്ള രവീന്ദ്രൻ കൂടി കാറിലോട്ട് കയറുന്നുണ്ട്. താണു മുതലാളി ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്നും തമിഴ്നാട്ടിലേക്ക് പോയി നിങ്ങൾ അവിടെ സുഖമായി ജീവിക്കാമെന്നും അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു തരാമെന്നും രവീന്ദ്രൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അംബാസഡർ കാർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധിക ദൂരം ചെന്നപ്പോൾ പാലോട്ട് പോകുന്ന വഴിയിലേക്ക് കാർ ദിശ മാറി സഞ്ചരിക്കുകയാണ്. ചോദിച്ചപ്പോൾ ഇത് ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് എന്നാണ് രത്നാകരൻ പറഞ്ഞത്. കാടുമൂടിയ വഴിയിലൂടെ കാർ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൻസീറ്റിൽ ഇരുന്ന രത്നാകരനും രവീന്ദ്രനും കൂടി എന്തൊക്കെയോ ചിലത് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാര്യമായി എന്തൊക്കെയോ തകരാറുകൾ സുമതിക്ക് തോന്നി തുടങ്ങി. തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നവൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവൾ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയാണ്. നിലത്ത് വീണ് പരിക്ക് പറ്റിയെങ്കിലും അവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ ഒന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് തന്നെ കൊല്ലാൻ വേണ്ടി ആയുധവുമായി തന്റെ പിന്നാലെ ഓടി വരുന്ന രത്നാകരനെയും രവീന്ദ്രനെയുമായിരുന്നു അവർ കണ്ടത്. ഇരുട്ടുമൂടിയ വഴിയിലൂടെ അവൾ ഒരുപാട് ഓടിയെങ്കിലും ഒരു വളവിൽ വെച്ച് അവർ സുമതിയെ പിടികൂടുകയാണ്. കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകാലുകൾ ബന്ധിക്കുകയും കഴുത്തറുത്തവളെ കൊല്ലുകയും ചെയ്യുന്നു. കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോൾ പോലും തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടണം എന്നവൾ കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ക്രൂരന്മാർ അവളുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. സുമതിയെ കൊന്ന ശേഷം രത്നാകരനും രവീന്ദ്രനും അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്നും ഈറ്റ് ശേഖരിക്കാൻ വന്ന ആദിവാസി സ്ത്രീകളാണ് സുമതിയുടെ മൃതദേഹം കാണുന്നത്. പിന്നീട് ഈ കാര്യം പോലീസ് കേസ് ആവുകയും 6 മാസത്തിനുള്ളിൽ തന്നെ രത്നാകരനും രവീന്ദ്രനും പിടിക്കപ്പെടുകയും 15 വർഷം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. 15 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവർ സാധാരണ രീതിയിൽ തന്നെ ജീവിച്ച് മരിച്ചുപോയി. പക്ഷേ എന്നാൽ പോലും സുമതി വളവിൽ ഇന്നും അമാനുഷിക സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും വാഹനങ്ങളുടെ എഞ്ചിനൊക്കെ എങ്ങനെ ഓഫാകുന്നു? അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതൊരു കയറ്റത്തോടു കൂടിയ എസ് വളവാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഗിയറിലല്ല ഈ വാഹനങ്ങൾ വളവിലൂടെ കടന്നു വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഓഫാകും എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് കാടും മറുഭാഗത്ത് ഗർത്തവുമായിട്ടുള്ള ഈ വളവിൽ രാത്രികാലങ്ങളിൽ പണ്ടൊക്കെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ചില രൂപങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് മോഷണമോ പിടിച്ചുപറിയും നടത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ മനഃപൂർവ്വം വേഷം ധരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ സാമൂഹ്യദ്രോഹികളുടെ വികാര കേന്ദ്രമാണിതെന്നും രാത്രികാലങ്ങളിൽ അവിടേക്ക് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധർ തന്നെ ഇത്തരത്തിലുള്ള കഥകൾ, പ്രേത കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്നാണ് ഇതിനോട് ചേർത്ത് തന്നെ പറയുന്നത്. ആരും ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടായിട്ട് പോകാതിരിക്കുന്നത് മോശമല്ലേ? അല്ലേ? എല്ലാവരും ഒന്ന് പോയി നോക്കൂ, പോയി കാണൂ. സുമതി വളവിനെ കുറിച്ച് പല രീതിയിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇതുപോലുള്ള പ്രേതകഥകൾ. യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. വെറും കഥകൾ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയുമോ, ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് രാത്രിയിലാണ്. ഞാൻ ഈ എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് എങ്ങനെ കിടന്നുറങ്ങും? അപ്പോൾ നാളെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.